ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വാമൻ പണത്തിൻ്റെ കാര്യം എന്തായി എന്നും സത്യം കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെയും കരുണയുടെയൊക്കെ ജീവിതം അതോടെ തകരുമെന്നും പറയുമ്പോൾ ഒരാഴ്ച കൂടി സമയം ആവശ്യപ്പെടുന്ന അനന്തുവിനോട് അവസരം മുതലെടുത്ത് 10 എന്നുള്ളത് 15 ലക്ഷം ആക്കുന്നുണ്ട് വാമൻ. ഒരാഴ്ച വരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്നും എന്നിട്ടും പണം കിട്ടിയില്ലെങ്കിൽ 15 എന്നുള്ളത് 20 ആകുമെന്നും പറയുന്നു. പണം ഞങ്ങൾക്കൊരു വിഷയമല്ലെന്നും കണ്ണൻ ഒന്നും അറിയരുത്, ഇപ്പം തന്നെ അവൻ മഹിയോട് പിണങ്ങി നടക്കുകയാണെന്നും അങ്ങനെയാണ് മഹി BP കൂടി ഹോസ്പിറ്റലിൽ ആയതെന്ന് അനന്തവും പറയുന്നുണ്ട്. അനന്തുവാണെങ്കിൽ അയാളുടെ പണത്തിനോടുള്ള ആർത്തി അവസാനിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എങ്ങനെയൊരു ഗെയിം കളിക്കുന്നത്. തുടർന്ന് വീട്ടിലെത്തുന്ന വാമൻ കാര്യങ്ങളെല്ലാം സീമന്തിനോട് പറയുന്നു. കരുണ ഇതൊരു കാരണവശാലും അറിയരുത് എന്നും അവൾക്ക് 5 ലക്ഷം രൂപ കൊടുത്ത് ബാക്കി 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരിക്കുമെന്നും വർഷത്തിൽ ഇതുപോലെ 2-3 തവണ കൂടി കാശ് വാങ്ങിച്ചെടുക്കാമെന്നെല്ലാം വാമൻ സന്തോഷത്തോടു കൂടി സീമന്തിനോട് പറയുമ്പോൾ ഇനി ഇതെങ്ങാനും അനന്തുവോ മഹാലക്ഷ്മിയോ കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപനോടൊപ്പം നിങ്ങളും ജയിലിലേക്ക് പോകുമെന്നും മാത്രമല്ല ഇതെല്ലാം വിശ്വനാഥൻ്റെ ആത്മാവ് കാണുന്നുണ്ടെന്നും ഇനി വിശ്വനാഥൻ്റെ ആത്മാവ് നിങ്ങളുടെ ദേഹത്ത് കയറി നിങ്ങളായിരിക്കും ചിലപ്പോൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ പോകുന്നത് എന്നെല്ലാം സീമന്തിനി ഓർമ്മപ്പെടുത്തുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ വാമദേവൻ. പിന്നീട് സാഗറിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന മഞ്ജു ആണെങ്കിൽ എന്തിനായിരിക്കും ഏട്ടൻ ഈ സമയത്ത് ഏട്ടത്തിയോട് പിണങ്ങുന്നത്, അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ കരുണയെ വലിച്ചു കയറും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ സത്യം മഞ്ജുവിൽ നിന്നും മറച്ചു പിടിക്കുന്നു. ഏതായാലും നിൻ്റെ ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ ഇപ്പോൾ കോംപ്രമൈസ് ആയല്ലോ, നമുക്ക് അതുപോലെ എന്ന് ചോദിക്കുന്നുണ്ട് സാഗർ. ഇതിനിടയിൽ മാർക്കോയാണെങ്കിൽ വാമനെ എല്ലാ അർത്ഥത്തിലും പൂട്ടാനുള്ള വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് അയാൾക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കണമെന്നും അനന്തുവിനോട് പറയുന്നുണ്ട്. തുടർന്ന് മാർക്കോയോടും ലോപ്പസിനോടും കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ മേൽനോട്ടം ഏറ്റെടുക്കണം, അതിൻ്റെ സൂപ്പർവിഷൻ ഏറ്റെടുക്കണമെന്നെല്ലാം കടൻ പറയുമ്പോൾ സാറിൻ്റെ ജീവിതം മാത്രമല്ല കമ്പനിയുടെ മേൽനോട്ടവും ഞങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷേ സ്ഥിരമായിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല, അതിനൊരു കാരണമുണ്ടെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാമനെ വീണ്ടും വിളിച്ചു വരുത്തുന്നുണ്ട് അനന്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞ ഡീലിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് പറയുമ്പോൾ അനന്തു തരാമെന്നേറ്റ പണത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കുറയില്ല എന്ന് വാമൻ പറയുമ്പോൾ പണം കുറയ്ക്കുന്ന കാര്യത്തിനല്ല, പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം അങ്കിളിന് തരാനാണ് ഞാനും മഹിയും തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ലഡ് പൊട്ടുന്നുണ്ട് കേട്ടോ വാമൻ്റെ. കൂടുതൽ പണം എന്ന് പറയുമ്പോൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് വാമൻ ചോദിക്കുമ്പോൾ അത് അങ്കിളിന് തന്നെ തീരുമാനിക്കാമെന്ന് അനന്തു പറയുന്നതും ഒന്ന് ആലോചിച്ചതിന് ശേഷം 60 ലക്ഷം രൂപ തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. ശരി, സമ്മതിച്ചിരിക്കുന്നു എന്ന് അനന്തവും പറയുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഈ എമൗണ്ട് കൈപ്പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചില്ലിക്കാശ് പോലും ഇതിൻ്റെ പേരിൽ അങ്കിളിന് ഞങ്ങൾക്ക് തരില്ല, അങ്കിൾ മഹിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും പാടില്ല, എന്താ സമ്മതമാണോ എന്ന് അനന്ത് ചോദിക്കുമ്പോൾ 100 വട്ടം സമ്മതമാണെന്ന് തന്നെ അറിയിക്കുന്നുണ്ട് വാമദേവൻ. വരുന്ന വ്യാഴാഴ്ച 60 ലക്ഷം രൂപ തന്നിരിക്കണമെന്ന് വാമൻ പറയുമ്പോൾ അതിന് സമ്മതം അറിയിക്കുന്നുണ്ട് അനന്തു. എങ്കിൽ ഇനി എൻ്റെ നാവിൽ നിന്നും കണ്ണൻ ഒരിക്കലും ഈ സത്യം അറിയില്ല എന്ന് തന്നെ വാമൻ പറയുന്നുണ്ട് കേട്ടോ. ശേഷം തന്നെ വിറ്റ കാശ് ഞങ്ങളുടെ കയ്യിലുണ്ടോ, 60 ലക്ഷം രൂപ വാങ്ങാൻ താൻ വരുന്ന വ്യാഴാഴ്ച വരുമല്ലോ, തനിക്ക് ഞങ്ങളത് തന്നുവിടുന്നുണ്ടെന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അനന്തു. പിന്നീട് വാമൻ തിരികെ വീട്ടിലെത്തുന്നു. ഇതേ സമയം എന്തിനാ അനന്ത് വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ എടി സീമന്തിനി, ഇനി നമ്മുടെ സമയം അടി വരാൻ പോകുന്നത് 15 ലക്ഷത്തിന് പകരം 60 ലക്ഷം രൂപയാണ് കണ്ണനോട് സത്യങ്ങളൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടി മഹാലക്ഷ്മിയും അനന്തവും കൂടി തരാൻ പോകുന്നത് എന്ന് വാമൻ പറയുമ്പോൾ തന്നെ സീമന്തിനിയുടെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നുണ്ട്. തുടർന്ന് അനന്തവുമായിട്ട് ഉണ്ടാക്കിയ ഡീലിനെ കുറിച്ച് വാമൻ പറയുന്നുണ്ട്. ഈ 60 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കുമോ എന്ന് സീമന്തിനി ചോദിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അതിന് ഈ വാമദേവൻ ഇനിയൊരു ജന്മം കൂടി ജനിക്കണമെന്നും കണ്ണൻ്റെ സ്വത്തുക്കൾ നമ്മൾ കുറേ മോഹിച്ചതല്ലേ സീമന്തിനി, അതൊക്കെ കുറേശ്ശെയായിട്ട് ഇങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരാനാണ് വിധി. ഇനി ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ ഒരു 60 കൂടി ഞാൻ അനന്തുവിനോട് ചോദിക്കും. പിന്നെ കരുണ ഇതൊരു കാരണവശാലും അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 30 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. പിന്നീട് കണ്ണൻ കരുണാലയത്തിലെത്തുന്നു. എന്നിട്ട് മോഹിനിയെ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മഹിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല എന്നും അയാൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോഴെങ്കിലും ഞാൻ അയാളോട് ക്ഷമിക്കണമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ അയാൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നെല്ലാം കരുണൻ പറയുമ്പോൾ മോനോട് സത്യങ്ങൾ തുറന്നു പറയാത്തതിൻ്റെ കുറ്റബോധം എന്നും മോൾക്കുണ്ടായിരുന്നു എന്ന് മോഹിനിയും പറയുന്നുണ്ട്. തുടർന്ന് തൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെക്കുറിച്ചെല്ലാം മോഹിനി കണ്ണനോട് പറയുന്നുണ്ട്. മോൻ്റെ അമ്മാവനുണ്ടല്ലോ വാമദേവൻ, അയാളെ കാണുമ്പോഴാണ് പ്രതാപേട്ടൻ കൂടുതൽ വയലൻ്റ് ആകുന്നതെന്നും പ്രതാപേട്ടൻ്റെ അമ്മയും
അയാളും കരുണമോളും ഒക്കെ എന്തോ ഒരു കാര്യം നമ്മളിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അങ്ങനെ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെല്ലാം മോഹിനി കണ്ണനോട് തുറന്നു പറയുമ്പോൾ അത് കേട്ട് കണ്ണനും വല്ലാതാവുന്നുണ്ട്. പിന്നീട് മഹിയെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്ന് പ്രതാപനെ കാണാൻ എന്തുകൊണ്ടാണ് കരുണ എൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയും അനുവദിക്കാത്തത് എന്നുള്ളൊരു സംശയം അവരുടെ മനസ്സിലുണ്ടെന്നും എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും ഉണ്ണിക്ക് വലിയ ഇഷ്ടമാണെന്നും ഉണ്ണിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് തന്നെ അച്ഛൻ പോയതാണെന്നും ഈ സത്യം അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരുണ കമലേശ്വരത്തുണ്ടാകില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അമ്മാവനാണ് പ്രതാപനെ ഹോസ്പിറ്റലിലാക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചതെന്നും അമ്മാവനും കരുണയുടെ മുത്തശ്ശിയൊക്കെ എന്തൊക്കെയോ നമ്മളിൽ നിന്നെല്ലാം ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം മഹിയുടെ അമ്മയ്ക്കുണ്ടെന്നും കണ്ണൻ പറയുമ്പോൾ ആ ഒരു സംശയം ഞങ്ങൾക്കും ഉണ്ട് കണ്ണ. ഇനി നിൻ്റെ അച്ഛനെ കൊല്ലാൻ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് നിൻ്റെ അമ്മാവൻ തന്നെയാണോ? അയാളുടെ പണത്തിനോടുള്ള ഈ ആർത്തി കാണുമ്പോൾ അങ്ങനെയൊക്കെ സംശയിക്കേണ്ടി വരുന്നു എന്നെല്ലാം അനന്തു പറയുന്നുണ്ട്. ഏതായാലും വരുന്ന വ്യാഴാഴ്ച ക്ലൈമാക്സ് ദിവസം അയാളെ കൊണ്ട് തന്നെ മാർക്കോ എല്ലാം തുറന്നു പറയിപ്പിക്കും. അതുവരെ അയാൾ മതിമറന്ന് സന്തോഷിക്കട്ടെ, കിട്ടാനുള്ള പണത്തെക്കുറിച്ചോർത്ത് സ്വപ്നം കാണട്ടെ എന്നും അനന്ത് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും വാമന് നല്ല തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്കോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ദിവസം തന്നെ എല്ലാ സത്യങ്ങളും ഉണ്ണിയും ദുർഗയും അറിയുന്നുണ്ട്. അതുവരെ ഒന്നും അവരറിയാതെ ശ്രദ്ധിക്കേണ്ടത് കണ്ണൻ്റെ കൂടെ ആവശ്യമാണ്. വാമന് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സത്യങ്ങൾ അറിയുന്ന ഉണ്ണിയും ദുർഗയും കരുണയുടെ നേരെ തിരിയുന്ന സമയത്ത് കരുണ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നു. അതായത് എൻ്റെ അച്ഛൻ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നു എന്നുള്ള കാര്യം ശരിയാണെന്നും പക്ഷേ അതിന് കൊട്ടേഷൻ അച്ഛന് കൊടുത്തത് ഉണ്ണിയേട്ടൻ്റെ അമ്മാവനാണ് വാമദേവൻ എന്ന അമ്മയുടെ സ്വന്തം സഹോദരനാണ് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം കരുണ തുറന്നടിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശിക്ഷിക്കേണ്ടതിന് പകരം അമ്മാവനെ പോയി ശിക്ഷിക്കുകയെന്നും അവർക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ജോലി മാത്രമാണ് എൻ്റെ അച്ഛൻ ചെയ്തത് എന്നുള്ള കാര്യവും കരുണ തുറന്നടിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് കണ്ണനും ഉണ്ണിയും ദുർഗയൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്